ഹായ് ഹലോ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിൽ ദിവസം തോറും നമ്മൾ കേൾക്കുന്ന രണ്ട് കാര്യങ്ങളാണ്. ഒന്ന് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളും. ഇപ്പോൾ കുറച്ച് കാലങ്ങളായി നമ്മുടെ ഓരോ പുലരിയെയും വിളിച്ചുണർത്തുന്നത് ഇത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ്. ഞെട്ടിക്കുന്ന വാർത്തകൾ കേട്ട് കേട്ട് മലയാളികൾക്കിപ്പം ഞെട്ടാൻ നേരമില്ല എന്നിടയ്ക്കാരോ പറയുന്ന കേട്ടു. ശരിക്കും പറഞ്ഞാൽ അതൊരു തമാശയല്ല, സത്യം തന്നെയാണ്. പത്രമാധ്യമങ്ങളിൽ ദിവസവുമുള്ള വാർത്തയായിട്ട് കൊലപാതകങ്ങളും അതുപോലെ തന്നെ ആത്മഹത്യകളും മാറി എന്ന് പറയുമ്പോൾ നമ്മുടെ സമൂഹത്തിൽ ഇത്തരം കാര്യങ്ങൾ ദിവസം തോറും നടക്കുന്നു എന്ന് വേണം നമ്മൾ കരുതാൻ. കുഞ്ഞുമക്കളെ ശൂന്യതയിലേക്ക് തള്ളിവിട്ടിട്ട് ആത്മഹത്യ ചെയ്യുന്ന അമ്മമാർ. ചില വാർത്തകളൊക്കെ കാണുമ്പോൾ അതിൻ്റെ താഴെയായിട്ട് ചില ആളുകൾ ചോദിക്കാറുണ്ട്, ഇത്തരം നിസ്സാര കാര്യങ്ങൾക്കാണോ ആത്മഹത്യ തിരഞ്ഞെടുത്തത് എന്നൊക്കെ. അപ്പോൾ മറ്റു ചിലർ അതിന് മറുപടിയുമായി എത്താറുണ്ട്, നിസ്സാര കാര്യങ്ങൾക്ക് ആരും ആത്മഹത്യ ചെയ്യില്ല, അവരുടെ മനസ്സിൽ അത്രത്തോളം ആഴത്തിലുള്ള മുറിവുണ്ടായത് കൊണ്ടായിരിക്കാം അവർ ആ വഴി തിരഞ്ഞെടുത്തതെന്ന്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇത്തരം ആത്മഹത്യകൾ എന്ന് പറയുന്നത് ഒരുതരം ഒളിച്ചോട്ടമാണ്. സ്വന്തം മക്കളുടെ മുഖം പോലും ഓർക്കാതെയുള്ള ഒളിച്ചോട്ടം. എന്നാൽ ചില അമ്മമാരുണ്ട്, അവർ സ്വന്തം മക്കളെയും ഒപ്പം കൂട്ടും. ശരിക്കും പറഞ്ഞാൽ ഒരു തെറ്റും ചെയ്യാതെ തങ്ങളുടെ ഉദരത്തിൽ ജന്മം കൊടുത്തു എന്ന ഒറ്റ കാരണത്താൽ ആ കുഞ്ഞുമക്കളെ ഇല്ലാതെയാക്കാൻ, അല്ലെങ്കിൽ ആ കുഞ്ഞു ജീവനുകളെ ഇല്ലാതെയാക്കാൻ ഒരമ്മയ്ക്ക് എന്ത് അവകാശമാണുള്ളതെന്ന് ഞാൻ ചിന്തിക്കാറുണ്ട്. ഇത്തരം തീരുമാനങ്ങളൊക്കെ എടുക്കാൻ അവർ കാണിച്ച ധൈര്യത്തിൻ്റെ ഒരു പകുതി ധൈര്യം മതിയായിരുന്നു അവർക്ക് മുന്നോട്ട് ജീവിക്കാൻ. ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് അവരെ പ്രേരിപ്പിച്ച ആ ഒരു കാര്യമെന്ന് പറയുന്നത് നാളെ ഒരു കാലഘട്ടത്തിൽ വെറും നിസ്സാരമായി തോന്നിയേക്കാം. ഇതൊന്നും ആലോചിക്കാതെയുള്ള എടുത്തുചാട്ടം ഈ പറയുന്ന പത്രമാധ്യമങ്ങളിലെ ഒരു വാർത്ത മാത്രമായി അവശേഷിക്കുമെന്നതാണ് സത്യം. അതുപോലെ സമൂഹം നേരിടുന്ന മറ്റൊരു വിപത്താണ് കൊലപാതകങ്ങൾ. സംശയത്തിൻ്റെ പേരിലും അതുപോലെ തന്നെ അമിതമായ ലഹരി ഉപയോഗത്തിൻ്റെ പേരിലുമൊക്കെ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മുന്നിൽ വെച്ച് അമ്മമാരെ വെട്ടിഞ്ഞുറുക്കി അല്ലെങ്കിൽ അച്ഛൻ ജയിലിലേക്കൊക്കെ പോകുന്ന ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് ഇപ്പോൾ ദിനം പ്രതി കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിൽ പലരും പറയാറുണ്ട് ഇത്തരം ആളുകൾക്ക് കടുത്ത ശിക്ഷ കൊടുക്കണമെന്ന്. പക്ഷേ ശിക്ഷ കൊണ്ട് മാത്രം എന്ത് കാര്യമാണ്? ആ കുഞ്ഞുമക്കളിലുണ്ടായ മുറിവുണക്കാൻ ഈ പറയുന്ന ഏതെങ്കിലും ഒരു ശിക്ഷയ്ക്ക് കഴിയുമോ? ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ആവർത്തിക്കാതിരിക്കാൻ വേണം നമ്മൾ ഇനി ശ്രദ്ധിക്കേണ്ടത്. ജീർണിച്ച നിയമങ്ങൾ മാറ്റി പുത്തൻ ആശയങ്ങൾ പിറവിയെടുക്കട്ടെ. സുലഭമായി ലഭിക്കുന്ന മദ്യങ്ങളും അതുപോലെ തന്നെ മയക്കുമരുന്നിൻ്റെയും ഒക്കെ ഉപയോഗം സമൂഹത്തിൽ നിന്ന് ഇല്ലാതാക്കാൻ എല്ലാവരും പൂർണ്ണമായിട്ടും ശ്രമിക്കുക തന്നെ വേണം. ഒരു കുഞ്ഞുമക്കളും അനാഥത്വത്തിൻ്റെ ഇരുൾമൂടിയ വഴികളിലേക്ക് വീഴാതെ ഇരിക്കട്ടെ. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്